كم؟ كم؟ تاخد منهم اجره كام؟ كام عشان ايه؟ الدولار 50 جنيه 50 50 മുർഷിയ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ലോക്കൽ ടാക്സിയിൽ നമ്മൾ കയറിയിരിക്കുന്നു. നമ്മൾ കട്ട ലോക്കലിലേക്ക് മാറിയില്ലേ? അങ്ങനെ കട്ട ലോക്കലിലേക്ക് മാറിയിട്ട് നമ്മളിനി നേരെ പോണത് സിറ്റാഡൽ ഓഫ് കൈറ്റ് ബേ. അതായത് ഇവിടുത്തെ ഒരു അടിപൊളി കാഴ്ചയാണ്, ഒരു മസ്റ്റ് വിസിറ്റ് കാഴ്ചയാണ്. അതിൻ്റെ നമുക്ക് വണ്ടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. ഈ വണ്ടിയുടെ പേര് ലാഡ എന്നാണ്. ഇതിൻ്റെ ഒരു ഇന്റീരിയർ നോക്കിട്ടോ. ആൻഡ്രസ്റ്റ് ഒക്കെ നോക്കടാ. ആൻഡ്രസ്റ്റ് എത്ര സ്പീഡിൽ പോകണമെന്ന് അറിയാം. വർക്കിംഗ് അല്ല കേട്ടോ. അസ്സലാമു അലൈക്കും. هذا السيارة كم موديل هذا؟ 2008 روسي 2008 2008 ايه؟ لا 2000 يعني 2008 والله جديد موديل هذا؟ لا يعني بقى لها 15 سنة 15 سنة 15 سنة 15 വർഷം മുമ്പുള്ള വണ്ടിയാണ്. ما في شبهها كده من زمان الثمانينات والتسعينات. اوكي نفس الشكل بس قديم فيها شبهها كده بس قديم. هذا كل سيارة 15 سنة قبل؟ يعني ده ممكن تلاقيه 2007 2008 2014 2012 2011 اخره 2015 اخره 2015 العجل ده 15 അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ലാസ്റ്റ് വണ്ടി 2015 ഇറങ്ങിയത്. പക്ഷേ ഞാനതിൻ്റെ ഒഫീഷ്യൽ നോക്കിയപ്പം 2012 ഈ വണ്ടിയുടെ ലാസ്റ്റ് മോഡൽ ഇറങ്ങിയത്. ലാഡ 2107 ആണ് ഈ മോഡൽ നമ്പർ. നമ്മുടെ ഫിയറ്റില്ലേ പണ്ടത്തെ, ഈ ഫിയറ്റ് 124ൻ്റെ ഒരു മാതൃകയിലാണ് ഈ വണ്ടി ഉണ്ടാക്കിയത്. ഇതാദ്യമായിട്ട് അവതരിപ്പിച്ച സോവിയറ്റ് യൂണിയൻ തന്നെ. പക്ഷേ അവിടുത്തെ ക്യാൻസലായ കാറുകളിൽ അവിടുന്ന് ഒരുപാട് വണ്ടികൾ, പഴയ വണ്ടികൾ ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ മാത്രമേ എനിക്ക് ഇത് കൂടുതൽ കാണാൻ പറ്റിയത് അവിടേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ആയിരക്കണക്കിന് ടാക്സികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ സാധാരണ യൂബർ വിളിക്കുന്നതിൻ്റെ ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ നമുക്കിത് കിട്ടും. പിന്നെ ഈ കാണുന്ന കുതിര വണ്ടികളും ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ലാഡ വണ്ടിയിൽ കയറി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിറ്റാഡിൻ്റെ അടുത്തുള്ള കാഴ്ചകൾ നോക്കാം. പിന്നെ ഓക്കെ, ഇത് ഇയാൾക്ക് നമ്മളെ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ഗിഫ്റ്റ് കൊടുത്താണ്. മാഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ, ഇത് നിനക്കിത് തരാൻ കയ്യെടുത്തോ നമുക്കിത് തന്നാൽ മതി. ഓക്കെ ആത്തിക ലാഫി مشكور حياك الله. الحين بياتك 50 و10 60 اوكي 60 60 50 10 പാർക്കിംഗ്. അതെ 3 كم ياتي الباركينج 60 10 അതെ. നമ്മൾ പറഞ്ഞില്ലേ എൻ്റെ നേരം 10 ഞാൻ കേട്ടത് അവിടുന്ന്. കുഴപ്പമില്ലല്ലോ, കൊടുക്കാം എന്നാ ഞങ്ങൾ. ബാബ് അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞ ഒരു ഭയങ്കര സീനാട്ടോ. ഫുൾ ട്രാഫിക്. നമ്മൾ മറ്റേ പറക്കുന്നലകയിൽ പറഞ്ഞ മാതിരി ഹെവി ട്രാഫിക് ഉണ്ടാക്കിട്ടോ. അപ്പോൾ ആ ഒരു കട്ട ട്രാഫിക് ഉണ്ടാക്കിയ ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ വന്ന് പിന്നെ ഞങ്ങളൊരു വാക്ക് നടന്നു. നമുക്കിനി കൈറ്റ് ബേയെ കുറിച്ച് നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തുകൂടെ നടക്കുന്ന സമയത്തുള്ള ചെറിയ കാഴ്ചകളൊന്നും കണ്ടിട്ട് നമുക്ക് നടക്കാം. ഈ ഒരു സൈഡിൽ ഒരുപാട് തെരുവോര കച്ചവടക്കാരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഒരു ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും. നേർമറിച്ച് ഇതേ ക്വാളിറ്റിയുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ ആയിരിക്കാം പുറത്ത് ഷോപ്പുകളിലൊക്കെ വിൽക്കുന്നത്. നമുക്കവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചകളെ കണ്ടിട്ട് നമുക്ക് നടക്കുകയാണ്. നമുക്ക് എന്തായാലും മുർഷിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമ്മൾ കാശ്മീരിലെ പെഹൽഗാമിൻ്റെ അത്ര വെറുപ്പിക്കൽ ഇപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയോ? ഇല്ലല്ലോ. നമുക്ക് ഓർമ്മ ഉണ്ടത് ആ കുതിര എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുപ്പിച്ച് ചൊമ്മോ. അവസാനം നമ്മൾ ഇട്ട് വെറുത്തിട്ട് ഓനെന്ത് ചെയ്യാണ്? പൈസ കൊടുക്കാൻ നമ്മൾ ചെയ്യണേ. അതൊക്കെ ഈ തെബറാക്ക് ഫാം റെസ്റ്റോറൻറ്റാണ്. പിന്നെ അത് ഷൂട്ടിംഗ് ക്ലബ്ബ്, അലക്സാണ്ട്രിയ ഷൂട്ടിംഗ് ക്ലബ്ബ്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ എല്ലായിടത്തും യെസ് ഇങ്ങോട്ടോ കൂടാ കൈറ്റ് ബേ സിദ്രാദ്രൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സുൽത്താൻ കൈറ്റ് ബേ 882 AH to 1477 AD.
അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 100 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ഒരാൾക്ക് വരുന്നത്. നേരെ മറിച്ച് കുട്ടികൾക്ക് 50 വരുന്നുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്തു ഇതിൻ്റെ അകത്ത് കയറി. സിറ്റാഡൽ ഇത് ശരിക്കും എത്ര വർഷം മുമ്പുള്ളതാണ്? 14 അതായത് 882 AD. അതെ, അറബിയത, അതായത് ഏകദേശം 1000 കൊല്ലമായി. അതെ, അന്ന് ഇവരെ ട്രേഡ് കൺട്രോളിങ്, മെഡിറ്ററേനിയൻ സീ വഴിയിലെ ട്രേഡ് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ഇത് വഴിയാണ് കൺട്രോൾ ഇങ്ങനെ. ഓക്കെ, ഏകദേശം 3 സൈഡ് കവേർഡ് ആണ്, 1 സൈഡ് ഓപ്പൺ ആണ്. അതിൽ 35 റൂമുണ്ട്. ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന 1, 2, 3, 4, 35 റൂമുകളുണ്ട് അല്ലേ മൊത്തം? ഓക്കെ. ഇവിടെ പല സ്ഥലത്തും മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആർമി ബാരിക്കേഡ്സ് ആയിട്ട് യൂസ് ചെയ്ത ഈ ഒരു സംഗതി, സലാം അലൈക്കും, യൂസ് ചെയ്ത സംഗതിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം ഇതൊക്കെ ഓരോരുത്തരുടെ റൂമാണ്. ഏകദേശം 35 റൂമുണ്ടെന്നല്ലേ പറഞ്ഞത്. നീ പൈസ കൊടുക്കേണ്ടി വരും മൂത്രയ്ക്കാണ് ഫ്രീ ആയിട്ട്. അതായത് പിന്നെ മൂത്രയ്ക്കാനുള്ള ഡോറും തുറന്നു വന്നു, ടിഷ്യൂ വന്നു, അതിന് 10 മേടിച്ചു അല്ലേ, 5. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഏത് അവര് പിന്നെ അവരൊരു ഒരു ഇതൊക്കെ നമുക്കതൊരു ഒരു ഇതായിട്ട് കാണാം അല്ലേ. ഏത് ബാത്റൂം ഇല്ലാന്ന് വെച്ചാണ്ട് ഒരു ബോർഡ് വെക്കി വന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ തൽക്കാലം ടെമ്പററി ബാത്റൂം ഉണ്ടാക്കി. ഓക്കെ ഓക്കെ. ഇതേ സാധനം വല്ല അറബ് കൺട്രിയിലോ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ എന്ത് ചെയ്യും, ബാത്റൂമിന് വേണ്ടി വെട്ടം തീർത്തേനെ. കാരണം ഇതിന്റെ ഈ ടെമ്പറിന്റെ കാല് കണ്ടാലും കാലമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഒരു രീതിയിൽ നമ്മുടെ നാട്ടിൽ മെച്ചമാണ്. ഓക്കെ, രീതിയിൽ മറ്റേ അറബ് ഡെവലപ്ഡ് കൺട്രിയുടെ ബാക്കിലോട്ടാണ്. ബാക്കിലോട്ടാണ്. നല്ലൊരു വെറൈറ്റി പോയിന്റ് ആയി സത്യം പറഞ്ഞത്. പക്ഷെ 10 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്, ഇവിടെ അല്ലടാ ഈ നാട്ടിലേ ഈ 10 പിന്നെ ഇത് കൊടുത്തിട്ട് നമ്മൾ ഒരു ബസ്സിൽ പോകാൻ 6 ഉള്ളൂ. എത്രയും ദൂരം വേണമെങ്കിൽ പോവാം. അതേമാതിരി തന്നെ നമ്മൾ ആ മറ്റേ ഒരു ജ്യൂസ് കുടിക്കാൻ 10 ഒരു നേരത്തെ ഇത് മാറും. ഈ വെള്ളത്തിന് 5. എന്താ ഇവിടെ നടക്കണേ? ടിക്കറ്റ് പ്രൈസ് ഇവിടെ 100 എന്നുള്ളത് ഇത്തിരി എക്സ്പെൻസീവ് ആണോ ഇല്ലയെന്ന് തോന്നുന്നു. കല്ല, പക്ഷെ എടാ വേറെ കാര്യണ്ടാ, അത്രയും വർഷങ്ങൾ പഴക്കണ്ടേ. അതെ അതെ, അതിപ്പോ ഓക്കെ. The remaining building is a model most likely attributed to the remaining of the old lighthouse അല്ലേ? റെമനൻസ്. ഇതിപ്പോൾ അത് കഴിഞ്ഞിട്ട് പുതിയ സ്ട്രക്ചർ ഇവിടെ ചെയ്തല്ലേ? മുഹമ്മദ് അലി രാജാവിൻ്റെ കാലഘട്ടത്തിൽ. നമ്മളിപ്പം ടോപ്പിലേക്ക് പോയിട്ട് നമുക്ക് ചിലപ്പോൾ നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
ഇതിൻ്റെ പുതിയ വേർഷൻ ഉണ്ട്, പഴയ വേർഷൻ ഉണ്ട്. ഇവിടെ ഒരുപാട് ഡോക്കിൽ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ഫീല്, ആ ഒരു കാറ്റ്, നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ തോന്നില്ല അല്ലേ? ആ ഒരു ഫീൽ ഗുഡിൽ ഇങ്ങനെ നമുക്ക് നിൽക്കാം. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം 5:50 5:50 അല്ലേ? ഓക്കെ, ഭയങ്കര വെളിച്ചം. ഇവിടെ നമ്മൾ ഒരു 1 ഡേ കൂടി നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. രാവിലെ ലൈബ്രറി പോകും. രാവിലെ ലൈബ്രറി പോകണത്രേ. എനിക്ക് എന്താ വായിക്കാൻ തോന്നുന്നു? ലാർജസ്റ്റ് ലൈബ്രറിയാണ്. അതെ, ഓഹോ സോറി, ലാർജസ്റ്റ് ലൈബ്രറി അത്രേ. ഞാൻ ഇനി പോകാൻ എന്തെങ്കിലും പുസ്തകം വായിക്കാണ്ടാവുന്നേ. അലക്സാൻഡ്രിയ ലൈബ്രറി മസ്റ്റ് വിസിറ്റ് ആട്ടോ. അത് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ അലക്സാൻഡ്രിയാണ്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയ ദിവസം അതിൻ്റെ ഓപ്പണിംഗ് അല്ലായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നെ വരാം. അപ്പോൾ നമ്മൾ ഒരു നൈറ്റ് യാത്ര, നമ്മൾ ഒരു യൂബർ വിളിച്ചിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. സൈഡിലൂടെ ട്രാം പോകണമെന്ന് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാലോ 900,000 ഇയേഴ്സിന് മുമ്പുള്ള കൺസ്ട്രക്ഷൻസ് ആണ്. അതിൻ്റെ ഇടയിലൂടെ ഈ ട്രാമൊക്കെ വെച്ചിട്ട് മാനേജ് ചെയ്യണ തന്നെ വളരെ അത്ഭുതമായിട്ടാണ് എനിക്ക് പലതും തോന്നിയത്. അപ്പോൾ നമ്മുടെ മുന്നിലൂടെ ലാട പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ കണ്ടില്ല നിങ്ങൾ, ഈ ഒരു ട്രാമിൻ്റെ ട്രാക്കും അതിൻ്റെ സൈഡിലൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ട്രാമൊക്കെ വളരെ ചീപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ച യൂബറിലെ ഡ്രൈവർ ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു തിരക്കുള്ള സിറ്റിയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. السلام عليكم. السلام ورحمة الله. كيف الحال؟ كله تمام. your name محمد. أنا نبيل، هذا مرشد. عشان هذا أنا أصور. أيوة. منشية. شارع الناصر. ഓക്കെ, ഷാറ അൽനാസ്. അൽനാസ് മൻഷയ്യ എന്ന് പറഞ്ഞ പ്ലേസ്. അത് ഷാറ അന്നാസ്. ഷാറ അന്നാസ്. ഓക്കെ. تمثال محمد علي. الهورس. هورس. محمد علي ഓക്കെ راكب الهورس. ഓക്കെ ده هو الفور. സ്റ്റാച്ചു ഉണ്ട് മുഹമ്മദ് അലി. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു സ്റ്റാച്ചുവിനെ കുറിച്ച്, ഒരു മുഹമ്മദ് അലിയുടെ ഒരു സ്റ്റാച്ചുവിനെ കുറിച്ചും, അതേപോലെ തന്നെ സ്ട്രീറ്റുകൾ ഓരോ പേരുകൾ. ഇപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ പേര് ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ നമുക്കറിയാലോ ഷാർജയിൽ താമസിക്കുന്ന, ഞാൻ UAE താമസിക്കുന്ന, മുമ്പ് ഞാൻ താമസിച്ച സ്ട്രീറ്റിൻ്റെ പേരായിരുന്നു ഈ ജമാൽ അബ്ദുൽ നാസർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ. കൊറിയ. ഓക്കെ. കൊറിയ. نادي اتحاد يعني فيمس هنا. نادي الاتحاد فيموس in the Alexandria. اوكي. ومدرسة ليسي برضك الحرية in the famous Alexandria. بدا. طبعا كل ده فيموس. اوكي. അങ്ങനെ നമ്മൾ മുഹമ്മദിനോട് ചെറിയ യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മളെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തെത്തി. ഇതാണ് നമ്മൾ ഇന്നലെ വന്നിറങ്ങിയ ആ സ്ട്രീറ്റ് കേട്ടോ. ഈ ഒരു കടയിൽ നിന്നാണ് ഇന്നലത്തെ ആ ഷവർമ്മ നമ്മൾ കഴിച്ചത്, ആ ജംബോ ഷവർമ്മ. അപ്പോൾ അവിടുന്ന് ചെറിയൊരു ഷവർമ്മ കഴിച്ച് നമ്മളെ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കൺസ്ട്രക്ഷൻസൊക്കെ നമുക്കറിയാലോ, ഈ ചെറിയ ബിൽഡിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ 5ാമത്തെ 6ാമത്തെ ഫ്ലോറിലൊക്കെ ആയിരിക്കും ഹോട്ടൽ. ലിഫ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ ലിഫ്റ്റ് ആയിരിക്കും കേട്ടോ, അത്രയും ഓൾഡ് ലിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റൂം എത്തി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ കൈറോയിൽ പോകണം. കൈറോൻ്റെ കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കും ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബെൽ ബട്ടണാണ് ഓരോ ഹോട്ടലിൽ ഉണ്ടാവുക. നമ്മളെ കയ്യിൽ കീ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കീ ഉപയോഗിച്ച് നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് താങ്ക്സ്. അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.